അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് 50 പേരടങ്ങുന്ന ഒരു സംഘം എറണാകുളം വരെ ഒരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. ആ സിയാറത്ത് യാത്രയിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂറോളം ബോട്ട് സവാരി നടത്തുകയുണ്ടായി. ചെറിയ ബോട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി 1 മണിക്കൂറോളം കായലിൽ ചുറ്റിക്കറങ്ങി അവിടെ കണ്ട കാര്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കാണാൻ കഴിയുന്ന കാഴ്ചകൾ കണ്ടെയ്നർ കപ്പലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാഴക്കപ്പലുകളും ഒരുപാട് മീൻ പിടിക്കുന്ന ബോട്ടുകളും തുടങ്ങി കാണാൻ വളരെ മനോഹരമായിരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളുടെ ആ 1 മണിക്കൂർ യാത്ര. ആ 1 മണിക്കൂർ യാത്രയിൽ പോൾക്കാട്ടി പാലസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പാഴക്കപ്പൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഹയാത്ത് ഹോട്ടൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കൗതുകമുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ ഡോൾഫിൻ മീനിൻ്റെ ചാട്ടവും ഒക്കെ കണ്ടുകൊണ്ടുള്ള 1 മണിക്കൂർ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ കാണുക, കണ്ടു നോക്കുക. ഓഫീസുണ്ട്. താഴെ പോവാ. ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതിന്ന് കയറി അയക്ക് കയറി അങ്ങനെ 3 കയറണം. അതാ അടിയിലുണ്ടായി, അടിയിൽ സൈഡിലുണ്ട്. അതുപോലെ വന്നിട്ട് തുറന്നു തരും. അല്ല ഇന്നാക്കാണ് നല്ല ഇത് തായല്ലോ. കുറച്ച് കഴിയുമ്പോ താഴെ പോകും ചൂട് കൂടുമ്പോ. താഴെ പാട്ടെല്ലാം ഉണ്ട്. ആ മൂപ്പർ പറഞ്ഞു തരുമല്ലോ. ആർക്കും തരൂല. അത് തരൂല. പേരിന്റെ വേണ്ട ക്ലിയർ പറയാം. സാധനം കൊണ്ടുപോയതാണ് നിങ്ങള്.
ഇത് നിങ്ങളെ ഇരുന്നോളി. സൗണ്ട് കുറക്കുകയാണെങ്കിൽ നമുക്ക് മേക്കില്ല. അത് കാരണം എന്റെ സൗണ്ടിന് ഞാൻ പറഞ്ഞു നിങ്ങൾ വർത്താനം പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് ഐലൻഡാണ് കോൾവാട്ടി പാലം. കോൾവാട്ടി പാലസ് എന്ന KTDC ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് രാജഭരണത്തെ കൊച്ചി രാജാവ് ശ്രമിക്കാൻ വന്നിരുന്ന ഫസ്റ്റ് സ്ഥാനമാണ് ഇതും. തൃപ്പൂണിത്തുറ പാലം ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം KTDC ടൂറിസം. ഇവിടെയാണ് വെള്ളി നക്ഷത്രം, മൈ ബോസ് ഈ 2 ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തത്. അതുപോലെ തമിഴ് ഫിലിം വീരപ്പാണ്ടി കട്ടബൊമ്മ, കാക്കിച്ചട്ടൈ, ചന്ദ്രമുഖി ഈ ഫിലിമെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലം. ഇനി വേമ്പനാട് കായലും പെരിയാർ കായലും കൂടി വന്നിട്ട് ജോയിൻ ചെയ്ത് അറബിക്കടലിലേക്കാണ് നമ്മൾ പോകണം കേട്ടോ. ഇനി ഈ ബോട്ടിന്റെ വലതുവശം ശ്രദ്ധിച്ച്, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ വലതുവശം ശ്രദ്ധിച്ചിട്ട് കേട്ടോ. അതാണ് ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡാണത്. ഇപ്പൊ എന്റെ പേര് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇത് ഫസ്റ്റ് സമയം ഇത് മാൻവേഡ് ഐലൻഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡ്, കായലിന്റെ നടുക്ക് ഒരു ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡ്. ഇത് ബ്രിട്ടീഷിന്റെ കാലത്ത് റോബർട്ട് ബ്രിട്ടോ സാഹിബ് എന്ന് പറഞ്ഞ ഒരു ആർമി ടെക്നോളജി എഞ്ചിനീയറാണ് ഈ ഇതേപോലെ ഒരു മനുഷ്യനിർമ്മിത ഐലൻഡ് ഉണ്ടാക്കിയത്. കൊച്ചി പോർട്ടിലേക്ക് കപ്പൽ വരാൻ റൂട്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി റഞ്ചർ മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തേക്ക് ഇട്ട് അത്രയും ഭാഗം കെട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. നേവൽ ബേസിൽ അതേപോലെ തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ഇന്ത്യ ഗവൺമെന്റ് ഷിപ്പിംഗ് ഏജൻസികൾ എല്ലാ ഐലൻഡിലാണ്. അതേപോലെ തന്നെ 3 യാത്രാ സൗകര്യങ്ങൾ ഫസ്റ്റായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ്. ഒന്ന് പ്ലെയിൻ മാർഗം, ഒന്ന് ഷിപ്പ് വഴി, ഒന്ന് ട്രെയിൻ വഴി. ഇത് 3ഉം ഐലൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് ആ ബസ് കിടക്കുന്നത്. അത് ബിൽഡിംഗ് ആണ്. ഇനി നമ്മള് ഈ ബോട്ടിന്റെ ഫ്രണ്ടില് വലതുവശത്ത് കാണാവുന്ന ബിൽഡിംഗ് ആണ് രണ്ടാമത്തെ സ്ഥാപനം. MASFയുടെ രണ്ടാമത്തെ ഗ്രാൻഡ് ഹയാത്ത് 7 സ്റ്റാർ ഹോട്ടൽ. ഇന്ത്യൻ നാഷണൽ വേൾഡ് കൺവെൻഷൻ ഹാൾ. ഫസ്റ്റ് ഇടപ്പള്ളി ലുലു മാൾ ബിഗ് മാർക്കറ്റിംഗ് രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ഗ്രാൻഡ് ഹയാത്ത് 7 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ കയറിയിട്ടുള്ള ചായ കുടിക്കുക. ആ തിരിയാത്തവരെ തിരിയില്ല. ആ യൂട്യൂബിന്റെ പൈസ എല്ലാവർക്കും കൊടുക്കും. വർഷത്ത് കിട്ടിക്കഴിഞ്ഞ് ഇതാണ് ഗ്രീൻ ഹയാത്ത്. देखोगी देखोगी बोलता की ग्रांड हयात സ്പീഡ് കൂട്ടണ്ട ഏ പോത്ത് പോയാൽ മതി. ഇതാണ് ഗ്രാൻഡ് ഹയാത്ത്. കഴിയോ കഴിഞ്ഞിട്ട് നമ്മൾ ഐലൻഡ് പോവില്ലേ? ശബ്ദം ഉണ്ടാക്കത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആ പറയണ ആൾ പറഞ്ഞോട്ടെ വെച്ചിട്ടാ. ബ്രിട്ടീഷുകാരെല്ലാരല്ല തുടക്കം വിലയെടുക്കും അത് മണ്ണ് മാന്താനോടോ
അരിസ ആരൊക്കെയാണ് നിങ്ങളത്തെ എല്ലാവരും ഫോട്ടോ ഇല്ലേ അവരെ പോലെ ഫോണില്ലേ എല്ലാവരും ഫോട്ടോ എടുത്തു അത് കപ്പലാണ്. കപ്പലൊക്കെ ചരക്ക് കയറ്റണ കുന്ത്രാണ്ടാണ് ആ ഇതൊക്കെ. അതല്ലാതെ നേരത്തെ പറഞ്ഞ മാതിരി നിഷേധമൊന്നല്ലേ. കപ്പലക്ക് ചരക്ക് കയറ്റാനുള്ള ക്രെയിനാണത്. കപ്പലൊക്കെ ചരക്ക് കയറ്റാനുള്ള ക്രെയിനാണത്. ആ അടിയിലുള്ള കപ്പല് മേലുള്ള ക്രെയിനാണ്. ആ ബോംബിട്ട് ഉണ്ടാക്കിയ സാധനം നല്ലത്. ആ അത് അങ്ങേ സൈഡിലായിരുന്നു അല്ലേ അത് അങ്ങേ സൈഡിലായിരുന്നു. ദ്വീപാണ് ദ്വീപ്. കാറ്റ് പോയല്ലോ, നേരെ കയറ്റണേ. കാറ്റ് ദിശ മാറിയതാണ്. കാറ്റ് പോയിട്ട് വെയിൽ വന്നല്ലോ. ബോട്ടിനെ അടുപ്പിച്ചോ? കപ്പലാണ്. കപ്പല് ചരക്ക് കപ്പലാ. ചരക്ക് കപ്പലാ. ദുബായ് കമ്പനിയാണ് 3500 കോടി രൂപ മുടക്കിയാണ് ഈ ബെർത്തെല്ലാം പറഞ്ഞിട്ട്. ഓൺലി ഷിപ്പിംഗ് ആൻഡ് എക്സ്പോർട്ട്. ചെന്നൈ, ബോംബെ, കൽക്കട്ട, മദ്രാസ്, ദുബായ്, പനാമ എന്നീ ഭാഗങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് ഓൺലി കണ്ടെയ്നർ ഷിപ്പ് മാത്രം പോണേ. കേരളത്തിൽ നിന്ന് റബ്ബർ, ഏലക്ക, കുരുമുളക്, അതേപോലെ റബ്ബർ, ഏലക്ക, ചുറ്റുകുരുമുളക് എല്ലാം കയറ്റി ഫോറിൻ ഐറ്റംസ് എല്ലാം ഇലക്ട്രോണിക്സ് നേരെ കൊച്ചിയിലേക്ക്. ദുബായ് ഇവിടുന്ന് കൂടി അങ്ങനെ തിയേറ്ററിലേക്ക് പോകുമ്പോൾ 95 മീറ്റർ അളവ് കാണാൻ കൂടുതൽ ബോട്ടൊന്ന് പയ്യെ ചലിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സീറ്റിൽ ഇരുന്ന് കാണണം. ഇതൊക്കെ എന്നിട്ട് നിൽക്കരുതും. സീറ്റിൽ നിന്നോട്ട് അങ്ങനെ പോകുന്നത് ഇരിക്കാൻ. കപ്പലൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും ബോട്ടിപ്പം പോവും. മേലെ കറങ്ങൽ തുടങ്ങി. കസല പൊട്ടിക്കണെങ്കിലോ ഇവിടെ ചെരിയുണ്ടേ. നിങ്ങൾ പറയണ്ടേ? എല്ലാരും അങ്ങോട്ടേക്കല്ലോ.
അങ്ങനെ പറയണ്ട പറയണ്ട. അപ്പുറം ഇപ്പുറം നിക്കല്ലേ, അപ്പുറം നിന്നോലെ അപ്പുറം തന്നെ നിക്കണേ. ആടെ നിന്നോലെ ആടെ തന്നെ നിന്നോ, ആടെ നിന്നാ മതി. സോന്നിനെ പിടിച്ചു കിട്ടാൻ നമ്മള് യൂട്യൂബ് ചാനൽ 2 മില്യൺ കാര്യമല്ലോ. 2 മില്യൺ. ഫോണ് വീണ പിന്നെ ചോദിക്കലില്ല. ഫോണ് വീണ് എന്റെ ഫോണ് വീണെന്ന് പറയല്ലാതെ അത് തിരിച്ചിട്ട് വരാ. അങ്ങനെ ഘടിപ്പിക്കണം. അതാ ഓപ്പൺ അങ്ങനെ ഘടിപ്പിച്ചു വെച്ചത്. അത്ര ഫോൺ എടുക്കുന്നില്ല, പേടിച്ചിട്ടുണ്ടാ എന്റെ ഫോണ് കളിക്കുന്ന വെള്ളത്തിന് പോവാ അല്ലേ. 25,000 കയറി തരും.